ഞാൻ തിരികെ ദീപക് ധർമ്മടത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിനൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. ദീപക്, എങ്ങനെയാണ് അദ്ദേഹം ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? അനുജ, CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ജാഥ ഇന്ന് ആരംഭിക്കുകയാണ്. അത് കുമ്പളയിൽ നിന്നും ആരംഭിക്കുന്നു. MV ഗോവിന്ദൻ മാസ്റ്ററാണ് നായകൻ. പക്ഷേ എന്നാൽ ഈ ദിവസം ബജറ്റ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. കേരളം പരിപൂർണമായി അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് പൂർണ്ണമായും. ഈ ഘട്ടത്തിലാണ് ജാഥാ നായകൻ നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. ഒരു വികസന മുന്നേറ്റ ജാഥയാണ് കേരളം ആരംഭിക്കാൻ പോകുന്നത്, ഇടതുമുന്നണി ആരംഭിക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിലാണ് ബജറ്റ് വന്നിരിക്കുന്നത്. പൂർണ്ണമായും കേരളത്തിന് അവഗണനയുമാണ്. പൂർണ്ണ അവഗണനയാണ്. കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് യാതൊരു ആനുകൂല്യവും പ്രഖ്യാപിക്കാത്ത ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നത് അതിശക്തിയായ പ്രതിഷേധം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. അത് പക്ഷേ വികസന മുന്നേറ്റ യാത്രയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇടതുമുന്നണിയുടെ ജാഥാ നായകനായി വടക്കൻ കേരളത്തിൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയുള്ള യാത്രയാണോ ഇത്? ഇന്ത്യയിൽ ഒരേ ഒരു ബദൽ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് കേരളത്തിലും ഇപ്പോൾ ലോകത്തിനും മാതൃകയാവുന്ന രീതിയിൽ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്നത്. ആ ഗവൺമെൻറ്റിന് ഇനിയും മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വഴി ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ നിലനിർത്താനും പുതിയ നേട്ടങ്ങളിലേക്ക് ഒരു പുതിയ കേരളമാക്കി കേരളത്തെ മാറ്റാനുമാണ് ഞങ്ങളുടെ ശ്രമം. പക്ഷേ എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപക്ഷെ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞാണ് നവകേരള സൃഷ്ടിയുടെ തുടർച്ച എന്നുള്ളത്. ആ അർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ശേഷം ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകാനുള്ള കോൺഫിഡൻസ് എത്രമാത്രം? നവകേരള സൃഷ്ടി എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതേവരെ ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ആദ്യം കോൺഗ്രസിൻ്റെ കാലത്ത് ടാറ്റയും ബിർളയൊക്കെയായിരുന്നു. ഇപ്പോൾ അദാനി അംബാനിയൊക്കെയാണ്. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. അപ്പോൾ ഓരോ മേഖലയിലും പാവപ്പെട്ട ജനങ്ങൾ കൂടുതൽ കൊള്ള ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ കൂടുതൽ ദരിദ്രരാകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വളർച്ച, വികസനം, നവകേരളം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു തുടങ്ങി. ഇനി ഫലപ്രദമായിട്ട് കേരളത്തെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്കാണ് കേരളം മുന്നേറുന്നത്. അതാണോ മാഷേ ഈ ഭരണ തുടർച്ച, മൂന്നാം ഭരണം, ഇടതുഭരണം ഉണ്ടാകുമെന്ന കോൺഫിഡൻസ്? ഞങ്ങൾക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജനങ്ങളിലാണ്. ഇതിൻ്റെ അവസാന വാക്ക് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്, ചരിത്ര വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിക്കൊടുത്തത് മാധ്യമങ്ങൾ എതിർക്കാതെ കൊണ്ടല്ല, സെൻട്രൽ ഏജൻസികൾ ശക്തിയായിട്ട് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാതെ കൊണ്ടല്ല, ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ UDF-ഉം ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാതെ കൊണ്ടല്ല, ഈ എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വന്നത്. എന്ന് പറഞ്ഞാൽ തുടർച്ചയായി LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് ചരിത്രം കുറിച്ച ഒന്നായിരുന്നു. അതിൻ്റെ ഒപ്പം ഇനി അത് 2 ആണ് നേരത്തെ പറഞ്ഞത്. ഇത് 3ാമത്തെ ടേമിലേക്കുള്ള യാത്രയായിരിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ടേമിനേക്കാളും പ്രധാനം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന് മാഷേ, ഇടതുമുന്നണിയുടെ യാത്രയാണ്. ഈ യാത്ര പാലക്കാട് സമാപിക്കുമ്പോഴേക്കും ഏതെങ്കിലും പുതിയ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം, ഗ്രൂപ്പുകൾ, പാർട്ടികൾ വരാനുള്ള സാധ്യത എത്രമാത്രം? അല്ല, അങ്ങനെയുള്ള ജനവിഭാഗങ്ങളൊക്കെ ഇടതുപക്ഷ ജനത്തിനോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഞങ്ങളോടൊപ്പം ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല, വിവിധ രീതിയിൽ ജനങ്ങൾ കൃത്യമായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വലതുപക്ഷത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പുകൾ, വ്യക്തികൾ, നേതാക്കൾ, പാർട്ടികൾ വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ചില ആളുകളൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. വളരെ കൃത്യമായി അനുജ, MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഇടതുമുന്നണിയുടെ ഈ യാത്ര സമാപിക്കുമ്പോഴേക്കും പല വ്യക്തികൾ, മുന്നണികൾ, ഗ്രൂപ്പുകളൊക്കെ ഇടതുപക്ഷത്തേക്ക് വരാൻ വലതുപക്ഷത്തു നിന്നും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ്. ക്യാമറമാൻ ജയൻ കല്യേശ്ശേരിക്കൊപ്പം കാസർഗോഡ് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.